സോ യെസ് ഗൈസ്, നമ്മളെല്ലാവരും അവൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇവന്റ് ജൂൺ 4 നടക്കുകയാണ്. അതെന്താണെന്ന് ഇനി ഞാൻ അങ്ങനെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓഫ് കോഴ്സ് ഇലക്ഷന്റെ റിസൾട്ട് വരെയാണ്. എല്ലാ തവണത്തെയും പോലെ എക്സിറ്റ് പോൾ സർവേസ് വരാറുണ്ട്. ആൻഡ് ഇപ്പോഴത് വന്നു കഴിഞ്ഞു. ആൻഡ് ഒരു സർപ്രൈസിങ് ഫാക്ടറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു റിസൾട്ട് കണ്ടിട്ട്. എനിവേ, അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണ്. ഒബ്വിയസ്ലി കേന്ദ്രത്തിൽ ഇത്തവണയും NDA BJP തന്നെയായിരിക്കും. ഏകദേശം 300+ സീറ്റുകൾ നേടുമെന്നൊക്കെയാണ് ആ ഒരു പ്രവചനത്തിൽ ഫുള്ളായിട്ട് പറയുന്നത്. ആൻഡ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന് പറയുന്ന 28 പാർട്ടി ലീഡേഴ്സ് ചേർന്നുണ്ടാക്കിയ ആ ഒരു സംഘടനയ്ക്ക് അതിന് ഒരു 150 100 എന്തായാലും 200+ സീറ്റ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു 100+ 150 ആ ഒരു റേഞ്ചിലുള്ള സീറ്റ്സ് ഒക്കെ കിട്ടുമെന്നാണ് അവർ എക്സിറ്റ് പോൾ സർവീസ് ഒക്കെ പറയുന്നത്. എനിവേ, ഇത് ഭയങ്കര ഒരു അതിശയമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇറ്റ്സ് യൂഷ്വലി എക്സ്പെക്റ്റഡ് തിങ് ആണ്. ആൻഡ് നമ്മുടെ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു UDF തരംഗം വരുമെന്നൊക്കെയാണ് ആ ഒരു എക്സിറ്റ് പോൾ സർവീസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ ഡേറ്റസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്താൽ എന്തായാലും മനസ്സിലാവും. ബട്ട് ഇത് തന്നെ എക്സാക്റ്റ് ആയിട്ട് നടക്കണമെന്നില്ല. ബട്ട് വേരിയേഷൻസ് ഉണ്ടാവാം. എനിവേ, ഇതിപ്പോ എല്ലാവരും അവൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇലക്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഏത് പാർട്ടിയാണോ അങ്ങനെ ഒരു ബേസിസിലൊന്നും അല്ല. ലൈക്ക് എല്ലാവരുടെയും കോമൺ ഇൻട്രസ്റ്റ് ആണ് ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത്, അധികാരികളെ തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് ആ ഒരു ഇലക്ഷൻ ഡേ കഴിഞ്ഞു. ഇപ്പോ എല്ലാവരും അവൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു റിസൾട്ടും കൂടാണ് 2024 ഒരു ഇലക്ഷൻ്റെത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു എക്സിറ്റ് പോൾ ഇതുപോലെ തന്നെ നടക്കുമോ, അതോ ഇതിലെന്തെങ്കിലും വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയുടെ ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്.